ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ട് ക്യാപ് കട്ടിൽ ഈ ഒരു ബ്ലർ ഷേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അതിനായിട്ട് തന്നെ നമ്മൾ ക്യാപ് കട്ടിൽ ഷേക്ക് ആഡ് ചെയ്ത് വെക്കേണ്ട കുറച്ച് ക്ലിപ്പ് നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് ഷേക്ക് ആഡ് ചെയ്യേണ്ടത്. ഷേക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എഫക്റ്റിൽ വീഡിയോ എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ അതിൽ വരുന്ന ഷേക്ക് എഫക്റ്റ് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ആ എഫക്റ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. വീഡിയോക്ക് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കീ ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ കീ ഫ്രെയിമിനൊന്ന് ടച്ച് ചെയ്യുക. ശേഷം ചേഞ്ച് ഒബ്ജക്റ്റിൽ ഫസ്റ്റ് ആൾ വീഡിയോസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്കാവും. പിന്നെ നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സ്പീഡ് ഏകദേശം നമ്മളൊരു 7-8 ആ ലെവലിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇൻറ്റൻസിറ്റി എന്ന് കാണാം, അത് ഏകദേശം നമ്മളൊരു 11-12 ആ ലെവലിലും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഷേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബ്ലർ വരാനുണ്ട്, അപ്പോഴേ ഒരു ബ്ലർ ഷേക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ബ്ലറും ആഡ് ചെയ്യാം. ശേഷം നമ്മൾ സെർച്ച് ബാറിൽ ഒബ്ലിക്യൂ ബ്ലർ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലർ കിട്ടും. ആ ഒരു ബ്ലറാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. ബ്ലർ ആഡ് ചെയ്ത ശേഷം നമ്മൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിപ്പിനനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം നമ്മൾ കീ ഫ്രെയിം വർക്ക് ചെയ്യാനായിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള അതേ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു ബ്ലറിൽ ഏകദേശം നമ്മൾ 3 കീ ഫ്രെയിംസാണ് ആഡ് ചെയ്യേണ്ടത്, സെൻറ്ററിലും ബാക്കി 2 സൈഡിലും. ഓക്കെ, സെൻറ്ററിലെ കീ ഫ്രെയിമിൽ നമ്മൾ വന്നിട്ട് ഏകദേശം അതിൽ ഓൾറെഡി ഉള്ള ഒരു അളവിലാണ് ബ്ലർ സെറ്റ് ചെയ്യേണ്ടത്. ബാക്കി 2 സൈഡിലും 0 സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മളെ ബ്ലർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേ ബ്ലറിന് നമുക്ക് വേറൊരു മെത്തേഡ് കൂടി യൂസ് ചെയ്യാം. അതായത് ഈ ഒരു ഒബ്ലിക്യൂ ബ്ലർ മാറ്റിയിട്ട് നമ്മൾ നോർമലി ബ്ലർ യൂസ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ ഷെയ്ക്ക് നേരത്തെ ചെയ്ത അതേ ഷെയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ടാൽ മതി. അപ്പോൾ അത് നമ്മളെ ബ്ലർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേ ബ്ലറിന് നമുക്ക് വേറൊരു മെത്തേഡ് കൂടി യൂസ് ചെയ്യാം. അതായത് ഈ ഒരു ഒബ്ലിക്യൂ ബ്ലർ മാറ്റിയിട്ട് നമ്മൾ നോർമലി ബ്ലർ യൂസ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ ഷെയ്ക്ക് നേരത്തെ ചെയ്ത അതേ ഷെയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ടാൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ഒബ്ലിക്യൂ ബ്ലർ റീപ്ലേസ് ചെയ്തിട്ട് നോർമൽ ബ്ലർ സെർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ ഒബ്ലിക്യൂ ബ്ലറിൽ ചെയ്ത അതേപോലെ തന്നെ 3 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം നമ്മൾ സെൻറ്ററത്തെ കീ ഫ്രെയിമിൽ ഏകദേശം ഒരു 16-76 ലെവലിൽ നമ്മൾ അളവ് സെറ്റ് ചെയ്യണം. ബാക്കി 2 കീ ഫ്രെയിമിൽ 0 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഷേക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗൈസ്, അപ്പോൾ 2 ബ്ലറും സെറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇതുവരെ ബൈ.